റഷ്യ ഉക്രൈൻ വെടിനിർത്തൽ ചർച്ചകൾ ഉടൻ ആരംഭിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങളിലേക്കും ഇരു രാജ്യങ്ങളും കടക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള 2 മണിക്കൂർ നീണ്ടുനിന്ന ടെലിഫോൺ ചർച്ചകൾക്ക് ശേഷമാണ് ട്രംപിന്റെ പ്രതികരണം. ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായും ട്രംപ് സംസാരിച്ചു. ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള ചർച്ചകൾ 2 മണിക്കൂറോളം നീണ്ടു. ചർച്ചകൾക്ക് ശേഷം ഇരു രാജ്യങ്ങളും വെടിനിർത്തൽ ധാരണയിലേക്ക് നീങ്ങാനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കണമെന്ന് ട്രംപ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 30 ദിവസത്തെ വെടിനിർത്തൽ ധാരണയ്ക്ക് പിന്നാലെ ശാശ്വത സമാധാനത്തിനുള്ള ചർച്ചകളിലേക്കും നീങ്ങണമെന്നും ട്രംപ് നിർദ്ദേശിക്കുന്നുണ്ട്. വലിയ വാണിജ്യ ഇടപാടുകൾ അമേരിക്കയുമായി തുടരാൻ റഷ്യയ്ക്ക് താൽപ്പര്യമുണ്ട്. അക്കാര്യത്തിൽ യുഎസിനും അനുകൂല നിലപാടാണ് ഉള്ളത്. പുത്തൻ വാണിജ്യ കരാറുകൾ ഇരു രാജ്യങ്ങളെയും സമ്പന്നമാക്കുമെന്നും ട്രംപ് സമൂഹമാധ്യമ കുറിപ്പിൽ പറഞ്ഞു. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായും ട്രംപ് സംസാരിച്ചു. യുക്രൈന്റെ സാമ്പത്തിക പുരോഗതിക്ക് സമാധാന ചർച്ചകൾ പ്രയോജനം ചെയ്യുമെന്നും ട്രംപ് കുറിപ്പിൽ അഭിപ്രായപ്പെടുന്നു. യുക്രൈനുമായുള്ള അപൂർവ ധാതുക്കളുടെ പങ്കുവെപ്പ് സംബന്ധിച്ച കരാർ അമേരിക്ക ഒപ്പുവച്ചിരുന്നു. ധാതുക്കളുടെ ഖനനത്തിൽ നിന്നുള്ള വരുമാനത്തിന്റെ പകുതി യുക്രൈന്റെ പുനർനിർമ്മാണത്തിന് പ്രയോജനപ്പെടുത്തണമെന്നാണ് കരാറിലെ വ്യവസ്ഥ. യുദ്ധം അവസാനിപ്പിക്കുന്നതോടെ യുക്രൈനും റഷ്യയുമായുള്ള വാണിജ്യ ബന്ധങ്ങൾ ശക്തമാക്കുക എന്ന ലക്ഷ്യമാണ് അമേരിക്കയ്ക്കുള്ളത്. വിവിധ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും വത്തിക്കാനും സമാധാന നീക്കങ്ങൾക്ക് പിന്തുണ അറിയിച്ചതായും ഡൊണാൾഡ് ട്രംപ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. യുക്രൈൻ യുദ്ധം 3 വർഷത്തിന് ശേഷം സമാധാനത്തിലേക്ക് നീങ്ങുന്നുവെന്ന സൂചനകളാണ് സാഹചര്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.